നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 19 25 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂൺ മാസം 8-ാം തീയതി, ഈ ഞായറാഴ്ച, നമ്മൾ കർത്താവിന് നന്ദി പറയുകയാണ്. ഈ പെന്തക്കോസ്ത തിരുനാളിൻ്റെ ഈ അഭിഷേകത്തെ ഓർത്ത്, പെന്തക്കോസ്ത തിരുനാളിൻ്റെ ഈ രാത്രിയെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് തിരുസഭയിൽ, കേരള സഭയ്ക്ക് പ്രത്യേകിച്ച് സന്തോഷമുള്ള ഒരു ദിവസമാണ്. മലയാള മണ്ണിൻ്റെ മകളായ പുത്തഞ്ചിറയിലെ വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാൾ സഭ ആഘോഷിക്കുന്ന ദിവസം കൂടെയാണ് ജൂൺ 8-ാം തീയതി. ഈ പുണ്യവതിയെ ഓർത്ത് വിശുദ്ധിയിൽ ജീവിക്കാൻ, അൾത്താര വണക്കത്തിന് അർഹയാകും വിധം വിശുദ്ധിയിൽ ജീവിക്കാൻ, മരിക്കാൻ കർത്താവ് നമ്മുടെ നാട്ടിലെ ഈ പെൺകുട്ടിക്ക് കൃപ കൊടുത്തതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് വീണ്ടും കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ജൂൺ 8-ാം തീയതി അച്ഛൻ ഓർക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അച്ഛൻ്റെ മാതാപിതാക്കളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ജൂൺ 8-ാം തീയതിയാണ്. അച്ഛൻ്റെ മാതാപിതാക്കളെയും പ്രത്യേകമായി ഇന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പെന്തക്കോസ്ത തിരുനാൾ കഴിഞ്ഞു വരുന്ന ദിവസം, അതായത് നാളെ തിങ്കളാഴ്ച, സഭ ആഘോഷിക്കുന്ന ഒരു തിരുനാൾ സഭയുടെ അമ്മയായ മറിയം എന്ന തിരുനാളാണ്. പരിശുദ്ധ അമ്മ പെന്തക്കോസ്ത പരിശുദ്ധാത്മാവിൽ നിന്ന് ജനിച്ച ഒരു അമ്മയാണ്. മറിയം പരിശുദ്ധാത്മാവിൽ നിന്ന് പിറക്കുന്നത് എവിടെയാണ്? മറിയത്തിൽ നിന്ന് ഈശോ പിറന്നു. ഇതാ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൽ നിന്ന് പിറക്കുന്നത് കുരിശിൻ്റെ ചുവട്ടിൽ വെച്ചാണ്. കുരിശിൻ്റെ ചുവട്ടിൽ ഈശോയുടെ മാറ് പിളർന്ന് രക്തവും ജലവും ഒഴുകുന്നു. രക്തവും ജലവും ഒഴുകുന്ന സ്ഥലത്ത് ഒരു ആണും പെണ്ണും നിൽക്കുന്നു. ഏദൻ തോട്ടത്തിൽ ഒരു മരത്തിൻ്റെ അടിയിൽ ആദവും ഹൗവയും നിന്നതുപോലെ കാൽവരിയാകുന്ന തോട്ടത്തിൽ
കുരിശാകുന്ന മരത്തിൻ്റെ ചുവട്ടിൽ വിശുദ്ധ യോഹന്നാനും പരിശുദ്ധ അമ്മയും പുതിയ മനുഷ്യൻ്റെ പ്രതീകമായി, തിരുസഭയുടെ പ്രതീകമായി നിലകൊള്ളുകയാണ്. കൈയടിച്ച് നമുക്ക് നന്ദി പറയാം. ഈ പുതിയ മനുഷ്യൻ പരിശുദ്ധ അമ്മയും വിശുദ്ധ യോഹന്നാനും തിരുസഭ പിറന്നത് ഈശോയുടെ ഹൃദയത്തിൽ നിന്നാണ്. തിരുസഭയുടെ അടിസ്ഥാനം ഈശോയുടെ തിരുഹൃദയമാണെന്ന് വിശുദ്ധ ബെനവഞ്ചർ പഠിപ്പിച്ചു. എല്ലാ കൂദാശകളും പുറപ്പെടുന്നത് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നാണ്. തിരുസഭ പുറപ്പെട്ടത്, തിരുസഭ ജന്മമെടുത്തത് ഈശോയുടെ ഹൃദയത്തിൽ നിന്നാണ്. തിരുസഭ ജന്മമെടുത്തപ്പോൾ ഇതാ സഭയുടെ അമ്മയായ മറിയം അവിടെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. അച്ഛൻ്റെ ചോദ്യം, നീ എവിടെയാണ് നിൽക്കുന്നത്? നീ ഏത് മരത്തിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്? ആദവും ഹവ്വയും നിന്നത് പാപത്തിലേക്ക് നയിച്ച മരത്തിൻ്റെ ചുവട്ടിലാണ്. പരിശുദ്ധ അമ്മയും യോഹന്നാനും നിൽക്കുന്നത് രക്ഷയിലേക്ക് നയിച്ച മരത്തിൻ്റെ ചുവട്ടിലാണ്. നീ നിൽക്കുന്നത് പാപത്തിലേക്ക് നയിക്കുന്ന മരത്തിൻ്റെ ചുവട്ടിലാണോ, രക്ഷയിലേക്ക് നയിക്കുന്ന മരത്തിൻ്റെ ചുവട്ടിലാണോ? പരിശുദ്ധ അമ്മ നമ്മെ നയിക്കുന്നത് ആ രക്ഷയിലേക്ക് നയിക്കുന്ന മരത്തിൻ്റെ ചുവട്ടിലേക്കാണ്. കുഞ്ഞുങ്ങൾ എങ്ങോട്ടാണ് ഓടിയെത്താറുള്ളത്? അമ്മ നിൽക്കുന്ന ഇടത്തേക്കാണ് കുഞ്ഞുങ്ങൾ ഓടിയെത്താറുള്ളത്. അമ്മ അടുക്കളയിലാണെങ്കിൽ കൊച്ചുങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊച്ചുങ്ങൾ നേരെ എങ്ങോട്ട് ഓടി വരും? അടുക്കളയിലേക്ക് ഓടി വരും. അമ്മ പറമ്പിലാണ് നിൽക്കുന്നതെങ്കിൽ കുഞ്ഞുങ്ങൾ നേരെ എങ്ങോട്ട് ഓടി വരും? പറമ്പിലേക്ക് ഓടി വരും. അമ്മ ടി വിയുടെ മുമ്പിൽ സീരിയൽ കണ്ടിരിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ നേരെ എങ്ങോട്ട് ഓടി വരും? അമ്മ മൊബൈലും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഓടി വന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് എന്ത് മേടിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അമ്മ നിൽക്കുന്ന ഇടം വളരെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, മക്കളെ സംബന്ധിച്ച് അമ്മ നിൽക്കുന്ന ഇടം പ്രധാനപ്പെട്ടതാണ്. കാരണം കുഞ്ഞ് ഇനി ഓടാനുള്ളത് അമ്മ നിൽക്കുന്ന ഇടത്തേക്കാണ്. നമ്മുടെ അമ്മ, പരിശുദ്ധ അമ്മ, സഭയുടെ അമ്മ, ഈശോയുടെ അമ്മ നിൽക്കുന്നത് കുരിശിൻ്റെ ചുവട്ടിലായതുകൊണ്ട് മക്കളായ നമ്മൾ എങ്ങോട്ട് ഓടിയെത്തും? കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഓടിയെത്തും. കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഓടിയെത്തുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? അവിടെ ഒരാളുടെ മാറ് പിളർന്ന് ആ തിരുരക്തവും തിരുജലവും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കുരിശിൻ്റെ ചുവട്ടിലേക്ക് അമ്മയെ കണ്ട് ഓടിയെത്തുന്ന മക്കളുടെ മുകളിലേക്ക് ഇതാ ഒരു വെള്ളച്ചാട്ടം പോലെ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് തിരുരക്തവും തിരുജലവും പ്രവഹിക്കുന്നു. ആ പ്രവാഹത്തിൽ കുഞ്ഞുങ്ങൾ സ്നാനം ചെയ്യും. ആ സ്നാനത്തെ പരിശുദ്ധാത്മ സ്നാനമെന്ന് നമ്മൾ വിളിക്കും. ഇന്ന് പെന്തക്കോസ്താ തിരുനാളിൽ അമ്മ നിൽക്കുന്ന ഇടത്തിലേക്ക്, ആ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഓടിയെത്തി ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ആ നിത്യജീവന്റെ പ്രവാഹത്തിൽ സ്നാനം ചെയ്യാൻ, പരിശുദ്ധാത്മാവിൽ സ്നാനമേൽക്കാൻ നമുക്ക് വീണ്ടും വീണ്ടും കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നവർക്കാണ് പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ അഭിഷേകമുണ്ടാകുന്നത്. നമ്മൾ രക്ഷയിലേക്ക് നയിക്കുന്ന മരച്ചുവട്ടിൽ നിൽക്കാതെ തിന്മയിലേക്ക് നയിക്കുന്ന മരച്ചുവടുകളിലും തോട്ടങ്ങളിലും നിന്നുപോയതിനെ ഓർത്ത് ഹൃദയം തുറന്ന്, ഹൃദയം നുറുങ്ങി അനുദപിച്ച് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ.
ഈശോയേ 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 ഈശോയേ. നമുക്ക് കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത്, ആത്മീകവും ഭൗതികവുമായ എല്ലാ വരദാനങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ശക്തമായി ഉച്ചത്തിൽ കരമടിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ 7 നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിക്കാം. ഈശോയേ 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്താം. നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുജലത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും അഭിഷേകമാണ് ഈ ആശീർവാദത്തിലൂടെ നമ്മിലേക്ക് ഒഴുകിയെത്തുന്നത് എന്ന ബോധ്യത്തോടുകൂടെ ആ സ്നേഹജലധാരയിൽ, ആ അഭിഷേകധാരയിൽ സ്നാനം ചെയ്ത് ഒരു പുത്തൻ പെന്തക്കോസ്ത അനുഭവത്തിലേക്ക് പ്രവേശിക്കാനും പരിശുദ്ധാത്മസ്നാനത്തിൻ്റെ അഭിഷേകത്താൽ വീണ്ടും വീണ്ടും നിറയപ്പെടുന്നതിനും വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ
ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന, ഞങ്ങളെ പരിശുദ്ധാത്മാവാൽ സ്നാനം ചെയ്യുന്ന, പരിശുദ്ധാത്മാവിൽ പുതിയ സൃഷ്ടികളായി മാറാൻ ഞങ്ങൾക്ക് വരം നൽകുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും പ്രകടമായ രീതിയിൽ ഞങ്ങളിൽ വെളിപ്പെടാനും ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവയെല്ലാം തീഷ്ണതയോടെ ഉപയോഗപ്പെടുത്തുവാനും ഞങ്ങൾക്ക് കൃപ നൽകുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ കൂടുതൽ സന്തോഷത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ സാധിക്കട്ടെ. നാളെ തിങ്കളാഴ്ച ആവിലായിൽ ഇവിടെ കാലത്ത് 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ മധ്യസ്ഥ പ്രാർത്ഥനയുള്ള ദിവസമാണ്. ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കെടുക്കാവുന്നതാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. നമുക്ക്